കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു. കുറുമാത്തൂർ ചിന്മയ സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. 15ഓളം വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. സന്തോഷുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? അപകട കാരണം വ്യക്തമായിട്ടുണ്ടോ? വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടികളെയും കൊണ്ട് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് സാക്ഷികൾ പറയുന്നത്. ഈ ബസ്സിലുണ്ടായിരുന്ന 15ഓളം കുട്ടികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. പക്ഷേ ഈ പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല. ഒരു കുട്ടി ബസ്സിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീണിരുന്നു. ആ കുട്ടിയാണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിലെത്തി അപ്പോൾ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നേറ്റിയാണ് മരിച്ചത്. അതേസമയം തന്നെ പരിക്കേറ്റ മറ്റ് കുട്ടികളുടെ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സന്തോഷ്, നിയന്ത്രണം വിട്ടാണ് ബസ് മറിഞ്ഞതെന്ന് പറഞ്ഞു. നിയന്ത്രണം വിടാനുള്ള കാരണം അമിത വേഗതയായിരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ വല്ലതും ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും അമിത വേഗതയുടെ കാര്യം ഇപ്പോൾ ദൃക്സാക്ഷി അക്കാര്യം പറഞ്ഞിട്ടില്ല. എന്താണ് അപകട കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നു എന്നുള്ളത് മാത്രമാണ് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരം. ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ അന്വേഷണം, മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ഈ അപകടത്തിന്റെ കാരണം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. വ്യക്തമാണ് സന്തോഷ്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞു. നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. 15ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരു കുട്ടി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുകയും അവിടെ വെച്ച് ജീവൻ രക്ഷിക്കാനാവാതെ മരണപ്പെടുകയും ചെയ്തു. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റു വിദ്യാർത്ഥികളുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.